നമസ്കാരം ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ചേച്ചി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ സംഗീത വിശേഷവും വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറയൂ. ഞാനൊരു 12 വർഷമായിട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചില കവർ സോങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പുതിയ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനൊരു വേദിയിൽ ഇരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ. ഓൾമോസ്റ്റ് ഒരു എത്ര വർഷമായി? 12+ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അത് എത്ര വർഷമായി? അത് 7 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും, അതായത് ബാങ്കിലെ ജോലി കുറച്ചും കൂടി ഒരു ഹെക്ടിക് ആണോ? അതെ. അത് പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. പിന്നെ എൻ്റെ അമ്മ, അച്ഛൻ, ഇവരെല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെയാണ് മുന്നോട്ട്. അവരെല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതായത് ആഫ്റ്റർ മാരേജും ആ ഒരു സപ്പോർട്ട് തന്നെ കിട്ടിയല്ലേ ഹസ്ബൻഡ് ഫാമിലി? അതെ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ വീണ്ടും ഇടയ്ക്കൊരു ബ്രേക്ക് വന്നെങ്കിലും വേറെ എന്തെങ്കിലും, അതായത് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? കവർ സോങ്സ് അങ്ങനെ എന്തെങ്കിലും? കുറച്ചുനാൾ മുമ്പെയാണ് ഞാൻ 2 റിയാലിറ്റി ഷോസിൽ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കോളേജ് റിയാലിറ്റി ഷോ വന്ന ഒരു 8 years മുമ്പേ ആണ്. അതിന് ഞാൻ ഇൻഡിവിജ്വൽ സിംഗറായിട്ട് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്തു. കൂടാതെ സ്റ്റേജ് ഷോസിൽ നമ്മുടെ തമിഴ് സിംഗർ ഉണ്ടല്ലോ, കാർത്തിക്കിന്റെ കൂടെ 2 സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഏതെങ്കിലും സിനിമയിൽ പാടിയിട്ടുണ്ടോ? ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ട്. ഒരു ദേശവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ പാടിയിട്ടുണ്ട്. ഒരു ദേശവിശേഷം ജയറാം ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിമാണ്. അതാണ് ഒരു ഫിലിമിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അവസരങ്ങൾ വന്നിട്ടുണ്ട്, ചിലതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ വീട്ടിലെ എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയൂ. ഇന്നിപ്പോ ആരും കൂടെ വന്നിട്ടില്ല അല്ലെ? ഒരു അവസരത്തിൽ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കട്ടെ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചേച്ചി റെഡി ആക്കിക്കൊണ്ട്? ഇന്ന് ഫസ്റ്റ് ഒരു മലയാളം പാട്ട് പാടാന്ന് വിചാരിച്ചു. വൈശാലി എന്ന ഫിലിമിലെ ഇന്ദ്രനീലിമയോലും.